ഇറാനിലേക്ക് ഏത് നിമിഷവും ആക്രമണത്തിനൊരുങ്ങി അമേരിക്ക. ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ആക്രമണത്തിന് മുന്നോടിയായി സൈനിക അഭ്യാസ പ്രകടനം അമേരിക്ക നടത്തിയതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അമേരിക്കയും പാകിസ്ഥാന്റെ സേനയും സംയുക്തമായുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങളാണ് അതിർത്തിയിൽ നടന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് തുറന്നുകൊടുത്തു പാകിസ്ഥാൻ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ ഉള്ളിലുള്ള സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് ഇറാനെ ആക്രമിക്കുക വളരെ എളുപ്പമാണ്. കിലോമീറ്ററുകൾ സെൻസിറ്റീവായ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഇറാനും. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ ഒരു ചതിവിദ്യയാണ് ഇതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ തന്നെ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിന് അമേരിക്കയെ സഹായിക്കുക എന്നുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇറാന്റെ പ്രതികരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നമുക്കറിയാം, ഇറാനുമായി വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ അതിർത്തികളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അവസരം അമേരിക്കയ്ക്ക് ഒരുക്കി നൽകുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുമായി കടുത്ത ശത്രുതയിലുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയും ചൈനയും അതുപോലെ റഷ്യയും ചേർന്ന അച്ചുതണ്ട് വരും കാലത്ത് ലോകം ഭരിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എതിർക്കാൻ വേണ്ടി അമേരിക്കയുമായി ചങ്ങാത്തം കൂടാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാകിസ്ഥാൻ തള്ളിക്കളയാറില്ല. ഇപ്പോഴത്തെ ഈ ഒരു നീക്കവും അതിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട്. അതായത് റഷ്യയുമായി ഇന്ത്യ അടുക്കുന്നു, റഷ്യയുമായി ഇന്ധന കരാറിൽ ഇന്ത്യ ഏർപ്പെടുന്നു. ഇതിൽ വലിയ നീരസം അമേരിക്കയ്ക്കുണ്ട്. ഇന്ത്യക്ക് മേൽ 500 ഇരട്ടി നികുതി ചുമത്താനുള്ള വലിയ നീക്കത്തിലാണ് അമേരിക്ക. ഇത്തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഏറ്റവും ശക്തമായൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യക്കും അമേരിക്കയ്ക്കുമിടയിൽ ഒരു വിള്ളൽ വീഴ്ത്താനും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശത്രുതയിലാക്കാനും ഉള്ള ഏത് കിട്ടിയ അവസരവും പ്രയോഗിക്കുകയാണ് പാകിസ്ഥാൻ. അത്തരത്തിൽ പ്രയോഗിക്കുന്ന പാകിസ്ഥാനാകട്ടെ അതിന് കിട്ടിയ ഒരു അവസരമാക്കി ഇപ്പോൾ ഇറാൻ ആക്രമണത്തെ മുതലെടുക്കുകയാണ്. അതായത് ഇറാനെ അമേരിക്കയ്ക്ക് ആക്രമിക്കണം, അതിന് ഏറ്റവും അടുത്ത അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് ആക്രമിച്ചാൽ അത്രത്തോളം ആ ആക്രമണത്തിന് ശക്തി വർദ്ധിക്കും. അത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ, ഷഹബാസ് ഷെരീഫ് ആകട്ടെ, സ്വന്തം രാജ്യത്തുള്ള സൈനിക ബേസുകൾ, സൈനിക താവളങ്ങൾ അമേരിക്കൻ സേനയ്ക്കായി തുറന്നു കൊടുത്തു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ചില വാർത്തകൾ പുറത്തുവിട്ടതെങ്കിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ തെളിവുകൾ സഹിതമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ആ വാർത്തകൾ മറ്റൊന്നുമല്ല, പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് മുന്നോടിയായുള്ള ഒരു അഭ്യാസ പ്രകടനമായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അതുകൂടാതെ തന്നെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക്, അമേരിക്കയുടെ B-2 ബോംബറുകൾക്കൊക്കെ തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ബേസുകൾ തുറന്നു കൊടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഉള്ളിൽ നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അമേരിക്ക പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നൽകുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ചതി ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നു. ഇതിന് ഇറാൻ ഏത് രീതിയിൽ മറുപടി നൽകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഒരു കാലത്ത് ഇറാനിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്വീകരിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക തീവ്രവാദത്തിന് വലിയ തോതിൽ പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക തീവ്രവാദത്തിന് വലിയ തോതിൽ പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാന് ഒരു കഷ്ടകാലം വന്നപ്പോൾ ഇപ്പോൾ അറബ് രാജ്യങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഒന്നും തന്നെ രംഗത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുമാത്രവുമല്ല, ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിൽ കടുത്ത ജാഗ്രതയിലാണ് ഇന്ത്യ ഇപ്പോൾ ഇടപെടുന്നത്. കാരണം ഇറാനുമായി വലിയ നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനുള്ള കൂട്ട് ഇന്ത്യ നിൽക്കില്ല എന്നുള്ളത് ഏവർക്കും അറിയാം. അതുമാത്രവുമല്ല, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിനോട് ഇന്ത്യക്ക് യോജിപ്പുമില്ല. കാരണം ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചഹബാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ്. ആ തുറമുഖത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അന്താരാഷ്ട്ര വാണിജ്യ ഇടപെടലുകൾക്ക് അത് ഇന്ത്യക്ക് വലിയ സഹായം നൽകുന്ന ഒരു തുറമുഖമാണ്. ഈ തുറമുഖത്തിന് മേൽ പാകിസ്ഥാന്റെ കണ്ണുണ്ട്. വളരെ വർഷങ്ങളായി ഈ തുറമുഖം പിടിച്ചെടുക്കാനുള്ള ചില നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിക്കുകയും ഇറാൻ അമേരിക്ക സംഘർഷത്തിനിടയിൽ
ചബഹാർ തുറമുഖത്തിന് മേൽ ഒരു കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും എന്നുള്ളത് പാകിസ്ഥാന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ വളരെ ജാഗ്രതയോട് നീങ്ങുകയാണ് ഇന്ത്യൻ സേന. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഒഴിവാക്കുകയും ഒരു യുദ്ധം ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഒരു നിലപാടിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഖത്തറിനും റഷ്യയ്ക്കുമൊപ്പം ഒരു സമവായ ചർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇതിനെ ഒരിക്കലും പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ തിടുക്കപ്പെട്ട് അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകണം. അങ്ങനെ ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകണം. ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലം മുതലെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.